ഒട്ടുമിക്ക പെൺകുട്ടികളും ഗർഭിണികൾ വർക്കിംഗ് ആണ്. സർക്കാർ ജോലിയൊന്നും ആയിരിക്കില്ല, നല്ല വർക്ക് പ്രഷറിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെന്റൽ സ്ട്രെസ് നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസിയിൽ കുറേ ഫിസിക്കൽ ഡിസ്കംഫേർട്സ് ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും. ഇതൊക്കെ ഈ ഹോർമോൺ പ്രൊജസ്ട്രോൺ കാരണം മസിൽസ് റിലാക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പാർട്ട്ണർ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ബാക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഒത്തിരി പോസിറ്റീവ് എനർജി ദമ്പതികളിൽ മാത്രമല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കിട്ടും. ഞാൻ ഡോക്ടർ സ്മിതി ജോർജ്, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വി ആർ പ്രഗ്നന്റ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ ഉടനെ തന്നെ പല ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങും. നിങ്ങളപ്പോൾ തന്നെ ഡോക്ടർ ഗൂഗിളിനെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങും. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 30 വർഷമായി കൊച്ചിയിലെ പല പ്രമുഖ ആശുപത്രിയിലെ ലേബർ റൂമുകളിൽ ഏകദേശം 20,000 ഡെലിവറീസ് എടുത്ത ഈ 20,000 ഗർഭിണികളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും കൂടെ ഈ പ്രഗ്നൻസി എന്ന ചാലഞ്ചിങ് ജേർണിയിൽ ഒന്നിച്ച് നടന്ന കുറേ അനുഭവ സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ തീം ചൂസ് ചെയ്തത്? വി ആർ പ്രഗ്നൻറ്റ്. ഇന്ന് ഒട്ടുമിക്ക പെൺകുട്ടികളും ഗർഭിണികൾ വർക്കിംഗ് ആണ്. സർക്കാർ ജോലിയൊന്നും ആയിരിക്കില്ല, നല്ല വർക്ക് പ്രഷറിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെൻ്റൽ സ്ട്രെസ് നന്നായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നമ്മളെല്ലാവരും അണുകുടുംബങ്ങളായതുകൊണ്ട് പാർട്ട്ണർ മാത്രമായിരിക്കും ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാകുക. അപ്പോൾ ഈ പാർട്ട്ണർ സപ്പോർട്ട് ഈ മെൻ്റൽ സ്ട്രെസ് ബാലൻസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസിയിൽ കുറേ ഫിസിക്കൽ ഡിസ്കംഫേർട്സ് ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും. ഇതൊക്കെ ഈ ഹോർമോൺ പ്രൊജസ്ട്രോൺ കാരണം മസിൽസ് റിലാക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പാർട്ട്ണർ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ബാക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഒത്തിരി പോസിറ്റീവ് എനർജി ഈ ദമ്പതികളിൽ മാത്രമല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കിട്ടും. അതേമാതിരി പ്രഗ്നൻസിയിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്ലോ ആകും. അപ്പോൾ ഫുഡ് കുറേയും കൂടി സമയം വയറ്റിൽ കിടന്ന് ഗ്യാസ് ഫോം ചെയ്യാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരുമ്പോൾ ഈ ഗ്യാസിനുള്ള ചെറിയ മരുന്നുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് വാക്കിന് ഈ ഗർഭിണിയുടെ കൂടെ പോവുക. ഇതൊക്കെ പാർട്ട്ണർ ചെയ്താൽ ഒത്തിരി പോസിറ്റീവ് എനർജി പാർട്ട്ണർക്കും ഈ ദമ്പതികൾക്കും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഉണ്ടാവും. നമ്മൾ പറയുക, ഒരു കുഞ്ഞ് ജനിക്കുന്നതോടൊപ്പം തന്നെ ഒരു ന്യൂ ഫാദറും ഒരു ന്യൂ മദറും ജനിക്കുന്നു എന്നാണല്ലോ. ബിക്കോസ് ഈ ഫാദറും മദറും ആകാൻ നമുക്ക് ട്രെയിനിങ് ഒന്നുമില്ല. പക്ഷേ ഈ പ്രഗ്നൻസി പീരീഡ് നമുക്കൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് പീരീഡായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ എന്തൊക്കെ ഹാബിറ്റ്സും എന്തൊക്കെ വാല്യൂസുമാണ് കുട്ടിയിൽ നമുക്ക് വരണം എന്ന് ആഗ്രഹമുള്ളത് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഇത് നമുക്ക് കണക്ക് കൂട്ടാം. കുട്ടിക്ക് ഏകദേശം ഒരു വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഒരു 4 മാസം 5 മാസം ആകുമ്പോൾ തുടങ്ങി കേൾക്കാൻ പറ്റും എന്നാണ് പറയണത്. അപ്പോൾ ഈ വുഡ് ബി ഫാദർ കുട്ടിയുടെ അടുക്കേ നിന്ന് പാട്ട് പാടിക്കൊടുക്കുക, അതേമാതിരി സംസാരിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എഗെയിൻ കുട്ടിയുടെ ഉള്ളിലും ഗർഭിണിയുടെ ഉള്ളിലും ഒക്കെ ഒത്തിരി പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. ഡെലിവറിക്ക് ശേഷം 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്ന ഫാദറിൻ്റെ സ്വരം തിരിച്ചറിയും എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അതേമാതിരി ഇന്ന് കുട്ടികളിൽ ഒത്തിരി ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മൾ കാണുന്നുണ്ട്. ഫോൺ എഡിക്ഷൻ, ജങ്ക് ഫുഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് ഈ പ്രഗ്നൻസി പീരീഡിൽ തന്നെ 2 പാർട്ട്ണറും കൂടി തീരുമാനിക്കുകയാണ്, ഗർഭിണിയും അവളുടെ ഹസ്ബൻഡും കൂടി തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ ഫോൺ ടൈം നന്നായിട്ട് കട്ട് ചെയ്യും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് കാണുന്നതാണ് കൊച്ച് പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് നമ്മുടെയൊക്കെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് ഉണ്ട്. ഈ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നെർവ് സെൽസ് ആണ്. ഇത് കാണുന്നതാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കുട്ടികൾ ബേസിക്കലി കോപ്പി ക്യാറ്റ്സ് ആണ്. നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവർ കാണുന്നതും കേൾക്കുന്നതാണ് അവർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാരൻസ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഫോൺ ടൈം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടി ആ വാല്യൂ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചെടുക്കും. അതേമാതിരി ഹെൽത്തി ഫുഡിൻ്റെ കാര്യം, പാരൻസ് ഈ പ്രഗ്നൻസി പീരീഡിൽ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി നല്ല ഹൈ ഫൈബർ ഡയറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കുട്ടി കാണുന്നതും അത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് മുഴുവൻ ഹെൽത്തി ഫുഡാണെങ്കിൽ കുട്ടിയും ആ ഹാബിറ്റ് പിക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹാബിറ്റ്സും നല്ല വാല്യൂസും കൊടുക്കണമെങ്കിൽ ഈ പ്രഗ്നൻസി പീരീഡ് ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇപ്പം തന്നെ നമുക്ക് ആ യാത്ര തുടങ്ങിയാൽ അത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ചൈൽഡിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. താങ്ക് യു.